2001 ഇന്ത്യയിലെ പാർലമെന്റ് ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന മറ്റെല്ലാ ഭീകരാക്രമണങ്ങളിലും കൃത്യമായ ആസൂത്രകൻ എന്ന് നമ്മൾ കരുതുന്ന മസൂദ് അസർ എവിടെ എന്ന ചോദ്യത്തിന് പാകിസ്ഥാൻ പറയുന്നത് ഇവിടെ ഇല്ല, അഫ്ഗാനിസ്ഥാനിലോ മറ്റോ ആണ് എന്നാണെന്ന്. പക്ഷേ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായി അറിയാം മസൂദ് അസർ എവിടെയുണ്ടെന്ന്. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം മസൂദ് അസറിനെ ലോക്ക് എന്ന് വേണം കരുതാൻ. അങ്ങനെ ഒരു ചോദ്യവും ഉയരുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മസൂദ് അസറിനെ ഇന്ത്യ ലോക്ക് ചെയ്തിട്ടുണ്ടോ? ബിലാവൽ ഭൂട്ടോ ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതൊരു നുണയാണെന്ന് വേണ്ടേ കരുതാൻ? ഈ സിന്ധൂരിന് ശേഷം ഇപ്പൊ ഈ വരുന്ന വാർത്ത ശരിയാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ ശരിയാണ്. സിന്ധുവിന് ശേഷം പ്രധാനപ്പെട്ട സിന്ധൂരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭീകരവാദികളെയും അല്ലെങ്കിൽ അതിന്റെ പുറകിൽ നിന്നിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും പുറകിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനവും അല്ലെങ്കിൽ ഇന്ത്യയും ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. ഇന്ത്യ ടുഡേക്കകത്താണെന്ന് തോന്നുന്നു ആ വാർത്ത വളരെ വിശദമായിട്ട്. അപ്പം ഇതിനകത്ത് മസൂദ് അൻസർ ഞങ്ങളുടെ നാട്ടിലില്ല, മസൂദ് അൻസർ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനിലില്ല, മസൂദ് അൻസർ അഫ്ഗാനിസ്ഥാനിലോ മറ്റോ ആണ്. ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് പിടിച്ചു തരാൻ പറ്റൂ. അത്തരത്തിൽ പിടിച്ചു തരാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്നെങ്കിൽ പിടിച്ചു തന്നേനെയും പ്രശ്നങ്ങൾ തീർത്തേനെയും. അതായത് നയതന്ത്ര ബന്ധത്തിനകത്ത് ഉലച്ചിൽ തട്ടി ഈ പറയുന്നത് പോലെ വെള്ളമില്ലാതെയും മറ്റ് പല പ്രതിസന്ധികളിലും അല്ലെങ്കിൽ വ്യാപാരങ്ങൾക്കും വ്യാപാര കരാറുകൾക്കും അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതിക്കൊക്കെ പല രീതിയിൽ ബുദ്ധിമുട്ടി പോകുന്ന പാകിസ്ഥാന് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗം നയതന്ത്ര ബന്ധം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ബിലാവൽ ഭൂട്ടോ മുൻ പ്രതിരോധ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രി പറഞ്ഞതാണ്. അപ്പൊ ഇന്നലെ ഇന്ത്യ റിപ്പോർട്ട് കൊടുത്തു, നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. അതായത് ഈ പറയുന്നത് പോലെ POKയിലുണ്ട്. POKയില് ഗിൽജിത് പാകിസ്ഥാനിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ രഹസ്യമായിട്ട് അദ്ദേഹം താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ബഹാവ്പൂറിലാണ് പാകിസ്ഥാനിലെ. അവിടെ ആണല്ലോ നമ്മൾ ഈ പറയുന്ന അയാളുടെ ആസ്ഥാനം ചുട്ടുകരിച്ചു, അയാളുടെ ബന്ധുക്കളെ വളരെ കൂടുതൽ വലിപ്പത്തിൽ അയാളുടെ മകളും അല്ലെങ്കിൽ മരുമകനും അല്ലെങ്കിൽ മകളുടെ ഇങ്ങനെ ബന്ധുക്കൾ കൂടുതൽ പേര് കൊല്ലുന്ന ഒരവസ്ഥ വന്നു, ഇയാൾ മാത്രമാകുന്ന ഒരവസ്ഥ വന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് അയാളുടെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രവും എല്ലാ സൈനിക കേന്ദ്രവും ആക്രമിച്ചപ്പോൾ ഇയാളുടെ സൈനിക കേന്ദ്രം പോയി, ഇയാളുടെ സൈനിക കേന്ദ്രം പൂർണ്ണമായിട്ട് തകർന്നു. ആ സിന്ദൂർ ഓപ്പറേഷന് മുമ്പ് തന്നെ ഒരുപക്ഷെ അയാൾ അവിടുന്ന് മാറിയതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടി. അയാൾ മാറിയിട്ടുണ്ടെങ്കിൽ പോലും അയാൾക്ക് വേണ്ടപ്പെട്ടവരും അയാളുടെ ആസ്ഥാനവും എല്ലാം തകർന്നു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതായത് ഇയാൾ ഇതുപോലെ പല ഓപ്പറേഷൻസും നടത്തിയിട്ട് പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി വളരെ സേഫ് ആയിട്ട് മാറി താമസിക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയല്ല. കാരണം പാകിസ്ഥാനകത്ത് ആഭ്യന്തര പ്രശ്നം, പാകിസ്ഥാനകത്ത് പാകിസ്ഥാന്റെ ശത്രുക്കൾ, ഇത്തരത്തിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന സമയത്ത് പാകിസ്ഥാൻ ഞങ്ങളൊന്നും ഇതിന്റെ പിറകിലില്ല. കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പഹൽഗാം ആക്രമണത്തിന് പുറകിൽ നിന്ന് ആ ഭീകരവാദിയെ ഒരുപക്ഷെ ആഗോള ഭീകരനായിട്ട് അമേരിക്ക പ്രഖ്യാപിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതും തിരിച്ചടിയാണ്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അത് ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള കടന്നുകയറ്റമായിരുന്നു അല്ലെങ്കിൽ ആഗോള ഭീകരനായിരുന്നു എന്നുള്ളതിന് വില വെക്കുന്നതാണ് ഈ പറയുന്ന ഇന്നലത്തെ തീരുമാനം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ഉള്ള ഒരു പാകിസ്ഥാനെ ഈ ഗ്രേ ലിസ്റ്റിൽ, ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് ഗ്രേ ലിസ്റ്റിലേക്ക് പെടുത്തുമ്പോൾ ഈ പറഞ്ഞ ഇന്നലത്തെ പ്രസ്താവന ഒരുപക്ഷെ പാകിസ്ഥാൻ വീണ്ടും ബ്ലാക്ക് ലിസ്റ്റിലേക്ക് വരുമ്പോൾ, വീണ്ടും ബ്ലാക്ക് ലിസ്റ്റിലേക്ക് വരുമെന്ന് കണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭീകരവാദികളില്ല, ഞങ്ങൾ അറിയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, ഇന്നടത്തിരിപ്പുണ്ട് ഭീകരൻ, ഇന്നടത്ത് സംരക്ഷിച്ചിട്ടുണ്ട് ഭീകരനെ എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം ഇന്നലെ കാണിച്ചു കൊടുത്തത്. POKയിലുണ്ട്. അതായത് ആ പറയുന്ന അയാളുടെ ആസ്ഥാനത്ത് നിന്ന് 1000 കിലോമീറ്റർ ഇപ്പുറത്ത് മാറി സുഖവാസ കേന്ദ്രത്തിൽ രഹസ്യമായിട്ട് താമസിക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ട പിന്തുണയെല്ലാം പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്നു. പക്ഷെ പാകിസ്ഥാന്റെ ഒരു ചതി അതിന്റെ പിറകിലുണ്ട്. കാരണം ഇവനെ എവിടെ വെച്ച് വേണേലും തട്ടാം, ഇവനെ എവിടെ വെച്ച് വേണേലും കൈകാര്യം ചെയ്യാം. ഇവനെ ആഗോള ഇവനെ കൈകാര്യം ചെയ്താൽ അത് ഇന്ത്യയാണെന്ന് പഴി പറഞ്ഞ് ലോക രാജ്യങ്ങളെ സമീപിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല. കാരണം ഇവൻ ആഗോള ഭീകരനാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ളവർ ഭീകരനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതും കിട്ടിയാൽ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നതുമായിട്ടുള്ളതുമാണ്. ഇവനെ വളരെ കൂടുതലായിട്ട് സംരക്ഷിച്ചിട്ട് പോകുന്ന പാകിസ്ഥാൻ. അപ്പം ഈ പറയുന്ന ഭീകരനെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സിന്ധൂർ ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ വെല്ലുവിളി നടത്തുന്ന ആൾക്കാരെ ഏത് തരത്തിലും, അത് അജ്ഞാത രൂപത്തിലും മറ്റേത് തരത്തിലും കൊല്ലാൻ സാധ്യതയുള്ള ഒരു കരുത്ത് ഇന്ത്യക്കുണ്ടെന്ന് കണ്ട് അവനെ പാകിസ്ഥാനിൽ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടോ
എന്നുള്ള കാര്യത്തിൽ സംശയമുള്ള പാകിസ്ഥാൻ, അതായത് അവരുടെ രാജ്യത്തിനകത്ത് ഈ പറയുന്ന പോലെ ബലൂചിസ്ഥാൻ ആർമിയും മറ്റ് പല പ്രോക്സികളെയും നേരിടാൻ പോലും കഴിയാത്ത പട്ടാളം ഉള്ളപ്പോൾ, അല്ലെങ്കിൽ അവരുടെ രഹസ്യാന്വേഷണ സംവിധാനത്തേക്ക് അതിജീവിക്കുന്ന രഹസ്യാന്വേഷണ സംവിധാനമുള്ള ബലൂചിസ്ഥാൻ ആർമിയും, അല്ലെങ്കിൽ ഈ പറയുന്ന ഖൈബർ പത്തുങ്ക മേഖലയിലുള്ള തെഹരീക്കെ താലിബാനും, അല്ലെങ്കിൽ ഈ പറയുന്ന പല പ്രോക്സികളും ഉള്ളപ്പോൾ അവർക്ക് സുരക്ഷിതമല്ല, സുരക്ഷ ഏർപ്പെടുത്താൻ പറ്റുന്ന ഒരവസ്ഥയില്ല. അതുകൊണ്ട് ഏതെങ്കിലും കാരണവശാൽ ഒരുക്കുന്ന സുരക്ഷയ്ക്കപ്പുറം ഒരു അപകടം ഈ പറയുന്ന മസൂദ് അൻസറിന് സംഭവിച്ചാൽ അത് പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ വെച്ചാണെങ്കിൽ കൈയൊഴിയാം. മനസ്സിലായില്ലേ? അവിടുത്തെ സംരക്ഷണം അല്ലെങ്കിൽ അവരുടെ പൂർണ്ണമായിട്ടുള്ള സ്ഥലമല്ല എന്ന് വേണമെങ്കിൽ വാദിക്കാം. അങ്ങനെയുള്ള ഒരു കളിയും കൂടി ഇതിന്റെ പുറകിലുണ്ട്. അതായത് മസൂദ് അൻസറിനെ അറസ്റ്റ് ചെയ്തു, ഇന്നിടത്തിരിപ്പുണ്ട്, ഇന്ന സ്ഥലത്തിരിക്കുന്നു എന്ന് പാകിസ്ഥാന് കാണിച്ചു കൊടുക്കുന്ന ഒരു രീതി, ഇത് ലോകങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു രീതി. അതായത് വീണ്ടും പാകിസ്ഥാൻ ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഇന്ത്യക്കെതിരെ നിന്ന, അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നീക്കം നടത്തിയവരുടെ കൂടെയായിരുന്നു, ഇപ്പോഴും സംരക്ഷിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കാര്യം കൂടിയാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം ഇന്നലെ ലോകത്തിന്റെ മുമ്പിൽ വെളിച്ചത്ത് കൊണ്ടുവന്നത്. മസൂദ് അൻസറിനെ ഏത് സമയവും ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ തട്ടാം, ഇത്തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നീങ്ങുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒരുപക്ഷെ മസൂദ് അൻസറിനെ തട്ടിക്കോട്ടെ, എന്നാലെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന പാകിസ്ഥാനെ യഥാർത്ഥത്തിൽ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ട് മസൂദ് അൻസറിനെ സംരക്ഷിക്കുന്നത് പാകിസ്ഥാന്, മസൂദ് അൻസറിന്റെ ഭാഗമാണ് പാകിസ്ഥാന്, ഇതിന്റെ എല്ലാം പുറകിൽ ഉപയോഗിച്ചത് ഇയാളെയാണ് എന്നുള്ള കാര്യം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഇയാളെ ലോക്ക് ചെയ്തിരിക്കുന്നു, ഇയാൾ ഇരിക്കുന്നത് എവിടാണെന്ന് കൃത്യമായി നോട്ട് ചെയ്തിരിക്കുന്നു, ഇന്ത്യയുടെ റഡാറിൽ ഇയാൾ ഉണ്ടായിരിക്കുന്നു. ഏത് സമയവും ഇയാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ തീരുമാനിച്ചാൽ മസൂദ് അൻസർ പടമാകുന്ന ഒരവസ്ഥയിലേക്കുള്ള കാര്യങ്ങൾ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഏതായാലും മസൂദ് അൻസറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, അയാളുടെ പുറത്തൊരു ഇന്ത്യു മാർക്ക് വീണിട്ടുണ്ട് എന്നുള്ളത് പാകിസ്ഥാനും മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെങ്ങും ഇല്ല കൊച്ചാട്ട, എവിടാന്ന് അറിയത്തില്ല. പക്ഷെ പറഞ്ഞാണ്ട് അന്നേരം നമ്മൾ പറഞ്ഞതുകൊണ്ടല്ല, അവിടെ ഇരിപ്പുണ്ട് കണ്ടോ, ഇനി അറസ്റ്റ് ചെയ്യുന്ന അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും. ഇതാണ് ഇപ്പം മസൂദ് അൻസറിന്റെ കാര്യത്തിൽ ഇന്ത്യ ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. യെസ്, എന്തായാലും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ POKയിലുണ്ട് എന്നുള്ള ഒരു വിവരം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ തന്നെയാണ് അത് കണ്ടെത്തിയിരിക്കുന്നത്. പാകിസ്ഥാനോട് എവിടെയാണ് ഈ ഭീകരൻ എന്ന് ചോദിക്കുമ്പോൾ കൈമലർത്തുന്നു, ഞങ്ങൾക്കറിയില്ല, അഫ്ഗാനിസ്ഥാനിലോ മറ്റോ ഉണ്ടെന്ന് കേട്ടിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ബിലാവൽ ഭൂട്ടോയെ പോലെയുള്ളവർ ഇത്തരത്തിലുള്ള മറുപടികൾ നൽകുമ്പോൾ ഇന്ത്യ അന്വേഷണത്തിന്റെ പാതയിലാണ്, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇന്ത്യ പുറത്തുവിടുന്നു എന്നുള്ളതാണ്. എന്തായാലും മസൂദ് അസറിനെ പിടികൂടാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പക്ഷെ അത്തരത്തിൽ പിടികൂടുകയാണെങ്കിൽ കൂടി പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളലുകൾ ഒഴിവാക്കാൻ സാധിക്കുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിലൊക്കെ കണ്ടറിയാം. എന്തായാലും 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം മുതൽ ഇന്ത്യയിൽ നടന്നിരിക്കുന്ന എല്ലാ ഭീകരവാദ ആക്രമണങ്ങൾക്കും മസൂദ് അസറിന് കൃത്യമായ പങ്കുണ്ടെന്നുള്ള കാര്യം വ്യക്തമായതാണ്.